കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവരിവൺ, എന്റെ പേര് നൂറ എന്നാണ്. ലേൺവൈസിലെ അക്കാഡമിക് മെന്റർ ആണ്. അപ്പം ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഇഗ്നോ ഫോക്കസ് 4.0യുടെ സെഷനിലാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ എക്സാം സെഷനിലും എക്സാം സീസണിലും നമ്മൾ വളരെ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്യുന്ന ഒരു സെഷനാണ് ഇഗ്നോ ഫോക്കസ് എന്ന് പറയുന്നത്. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BPCG 173 സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീങ് പേപ്പറിനെ കുറിച്ചാണ്. നമ്മുടെ UG സെക്കൻഡ് ഇയേഴ്സിന്റെ BA സൈക്കോളജി സെക്കൻഡ് ഇയേഴ്സിന്റെ ഒരു ഇലക്ടീവ് പേപ്പർ ആണ് എന്ത് സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീങ് എന്ന് പറയുന്നത് BPCG 173. അപ്പം ഈ ഒരു എക്സാമിന് അടുപ്പിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് എത്രത്തോളം നമ്മൾ ഫോക്കസ് കൊടുക്കണം ഓരോ ടോപ്പിക്കിലെന്നും. അപ്പം നമ്മൾ ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിലോട്ട് എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്മാർട്ട് ആയിട്ടാണല്ലേ വർക്ക് ചെയ്യേണ്ടത്. ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതെന്നുള്ളതും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതും ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യണം, കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതന്നെ നമ്മുടെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള 2022 മുതൽ 2024 വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു എക്സാമിനെ നമുക്ക് ഫേസ് ചെയ്യാം, ഈ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത്, പിന്നെ റിക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്, പിന്നെ ഒരു ഇഗ്നോന്റെ ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ ട്രെൻഡ്, ഇഗ്നോ ചോദിച്ചു വരുന്ന യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചു വരുന്ന റിപ്പീറ്റഡ് ആയി ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യന്റെ പാറ്റേണിന്റെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിംഗിൽ നമ്മൾ ഓരോ ബ്ലോക്സും അതിലെ യൂണിറ്റ്സും ടോപ്പിക്സും ഒക്കെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. അതുപോലെ എക്സാം പാറ്റേൺ അനാലിസിസ്, ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസിന് ഇപ്പൊ നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റും എങ്ങനെയാണ്, അതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതിന്റെ ട്രെൻഡ് എങ്ങനെയാണ്, റീസെന്റ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെ ഏരിയാസ് ആണ് കവർ ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സാം പാറ്റേൺ അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ്ലി നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, കഴിഞ്ഞ എക്സാമുകളിലൊക്കെ റിപ്പീറ്റഡ് ആയി വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ ഏതാണെന്നുള്ളതും, പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരുന്നതാണ്, എവിടെയാണ് സാധ്യത കുറച്ച് കൂടുതലുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ, അതുപോലെ തന്നെ നമ്മൾ ഇത്രയും 2022 മുതൽ 2024 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മളൊരു മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് അതിന്റെ മോഡൽ ആൻസേഴ്സ്, അതിന്റെ എല്ലാ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് മെത്തഡോളജി ഫോളോ. അപ്പൊ നമ്മൾ എന്താണ് ലാസ്റ്റ് എത്തിയിരിക്കുന്ന ഈ ഒരു സമയത്ത് എന്താണ് നമ്മൾ സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ ഏതൊക്കെ ഏരിയയാണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യേണ്ടത്, എങ്ങനെ നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ഫസ്റ്റ് ഒന്ന് സിലബസ് മാപ്പിംഗ് നോക്കാം അല്ലെ. ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് ടോപ്പിക് വൈസിൽ എക്സാമിന് എവിടെ നിന്നൊക്കെയാണ് റെലവെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് നമ്മളൊരു ബാർ ചാർട്ട് പോലെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്ന ടോട്ടൽ ക്വസ്റ്റ്യൻസ് എത്രയാണ്. അപ്പം ഇതിൽ ഈ ഒരു ബാർ ചാർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സെക്കൻഡ് ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ബാർ ചാർട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ വരുന്നത് തേർഡ് ബ്ലോക്കിൽ നിന്നാണ്, ദെൻ വരുന്നത് ഫസ്റ്റ് ബ്ലോക്ക്, ദെൻ ലാസ്റ്റ് ബ്ലോക്ക് എന്നാണ് വരുന്നതാണ് ഈ ഒരു ബാർ ചാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ അടുത്തത് ഹീറ്റ് മാപ്പ് സമ്മറിയാണ്. ഇവിടെ നമുക്ക് എന്താണ് ഇതേപോലെ തന്നെ ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഏതൊരു ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ബ്ലോക്ക് 1 നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 2 എന്നാണ് ഡാർക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ള ഭാഗത്ത് നിന്നാണ് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 2 എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ യൂണിറ്റ് 1 എന്നും വന്നിട്ടുണ്ട്. അതേപോലെ ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് യൂണിറ്റ് 4 എന്നാണ്. ദെൻ യൂണിറ്റ് 3. അങ്ങനെ ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എത്രത്തോളം ആ യൂണിറ്റ് നമ്മൾ ഫോക്കസ് കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു ഹീറ്റ് മാപ്പ് സമ്മറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ സ്കോറിംഗ് റൂൾസ് ആണ്. ആൻഡ് ഇവിടെ നമ്മൾ പറയുന്നത് നെക്സ്റ്റ് നമ്മളൊരു ടാബിൾ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റിലെയും ഏത് ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് പഠിക്കേണ്ടത്, എത്രയും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളതും അതിന്റെ അപ്പിയറൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൈ അപ്പിയറൻസ് ആണ്. ഹൈ എന്ന് പറയുന്നത് നമ്മൾ 10 അതിലധികമോ കൂടുതൽ അപ്പിയർ ചെയ്ത് വന്നിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഹൈ ആണ് നമ്മൾ കൊടുക്കുന്ന റെലവൻസ്. ദെൻ മീഡിയം ആണെങ്കിൽ 5 to 9 അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. ലോ ആണെങ്കിൽ അതിൽ 5ൽ കുറവ് അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മളിത് ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ടോപ്പിക് വരുന്നത് കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത്. അതിന്റെ അപ്പിയറൻസ് വരുന്നത് 6 ആണ്. അതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. ദെൻ അടുത്തതാണ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഹെൽത്ത് ഇൽനസ് കോണ്ടിനം. അതിൽ നമുക്ക് അപ്പിയറൻസ് വരുന്നത് 5 ആണ്. ആൻഡ് അതിന്റെ റെലവൻസ് വരുന്നത് എന്താണ്, മീഡിയം ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 മെഡിക്കൽ മോഡൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനസ്. അതിന്റെ അപ്പിയറൻസ് വരുന്നത് 7 ആണ്. അതിന്റെ റിലവൻസ് വരുന്നത് മീഡിയം ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ബയോ സൈക്കോ സോഷ്യൽ മോഡൽ. ഇത് 7 ആണ് അപ്പിയറൻസ് വരുന്നത്, റെലവൻസ് മീഡിയം ആണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 1 ഹോളിസ്റ്റിക് ആൻഡ് സോഷ്യൽ മോഡൽസ്. അത് 6 ആണ് അപ്പിയറൻസ് വരുന്നത്, മീഡിയം ആണ് റിലവൻസ്. അപ്പം ഈ ഒരു ബ്ലോക്ക് 1 ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു മീഡിയം റിലവൻസ് ആണല്ലേ വരുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം. ഇനി ബ്ലോക്ക് 2 പോവുകയാണെങ്കിൽ ബ്ലോക്ക് 2 യൂണിറ്റ് 3 കോൺസെപ്റ്റ് ആൻഡ് സോഴ്സ് ഓഫ് സ്ട്രെസ്. അതിന് 7 ആണ് വരുന്നത്, മീഡിയം ആണ് റിലവൻസ് വരുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 3 മെഷർമെന്റ് ഓഫ് സ്ട്രെസ്. അതിന് വരുന്നത് അപ്പിയറൻസ് 6 ആണ്, റെലവൻസ് മീഡിയം ആണ് വരുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 സ്ട്രെസ് പ്രോൺനെസ്. അതിൽ വരുന്നത് അപ്പിയറൻസ് 4 ആണ്, അതിന് ലോ റിലവൻസ് ആണ് വരുന്നത്. ദെൻ അടുത്തതാണ് ബ്ലോക്ക് 2 യൂണിറ്റ് 5 എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ ഹെൽത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അതിന്റെ അപ്പിയറൻസ് വരുന്നത് 5ഉം റെലവൻസ് മീഡിയം ആണ്. ദെൻ അപ്പം ഏകദേശം ബ്ലോക്ക് 2 ഏകദേശം ഒരു മീഡിയം റെലവൻസ് ആണ് ക്വസ്റ്റ്യൻസിനും ഇതൊക്കെ വരുന്നത്. ദെൻ ബ്ലോക്ക് 3 നോക്കുവാണെങ്കിൽ 6ാമത്തെ യൂണിറ്റിൽ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ഓർ സ്റ്റൈൽ. അത് 7 ആണ് റിലവൻസ് വരുന്നത്, മീഡിയം. ദെൻ 3 നോക്കുവാണെങ്കിൽ 7 റിലാക്സേഷൻ 7 യൂണിറ്റിൽ റിലാക്സേഷൻ ഓർ മെഡിറ്റേഷൻ ഓർ മൈൻഡ്ഫുൾനെസ്, മീഡിയം റിലവൻസ് ആണ്, മീഡിയം അപ്പിയറൻസ് ആണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 3 തന്നെ 8ാമത്തെ യൂണിറ്റ് ടൈം മാനേജ്മെന്റ് ഓർ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. അത് 3 ആണ് അതിന്റെ അപ്പിയറൻസ് വരുന്നത്, അതിന്റെ റെലവൻസ് വരുന്നത് ലോ ആണ്. ദെൻ ബ്ലോക്ക് 4 പോവുകയാണെങ്കിൽ ബ്ലോക്ക് 4 9ാമത്തെ യൂണിറ്റിൽ നിന്ന് 2 ടോപ്പിക് വരുന്നുണ്ട്, ഫുഡ് ഡയറ്റ് ആൻഡ് ഒബേസിറ്റി ആൻഡ് സെക്ഷൽ ഹെൽത്ത് പ്രോബ്ലംസ്. അത് രണ്ടും ലോ ആണ് അതിന്റെ അപ്പിയറൻസ് വരുന്നത്. അതേപോലെ തന്നെ ബ്ലോക്ക് 4 10ാമത്തെ യൂണിറ്റിൽ നിന്ന് അക്യൂട്ട് ആൻഡ് ക്രോണിക് പെയിൻ, അതും ലോ അപ്പിയറൻസ് തന്നെയാണ് കാണിക്കുന്നത്. ദെൻ ബ്ലോക്ക് 4 11ാമത്തെ യൂണിറ്റിൽ സബ്സ്റ്റൻസ് യൂസ് ഓർ സൈക്കോസൊമാറ്റിക് ഇൽനസ്. അതിന്റെ അപ്പിയറൻസ് 3 ആണ്, അതിന്റെയും വരുന്നത് അപ്പിയറൻസ് ലോ ആണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 4 12ാമത്തെ യൂണിറ്റിൽ ഹോപ്പ്, ഒപ്റ്റിമിസം, ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ്, അതും ലോ റിലവൻസ് ആണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഒരു 3 ഹൈ ഹീൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയെന്ന് നോക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടോപ്പിക് ഏതാണെന്ന് നോക്കുന്നത് ഓരോ ബ്ലോക്കിലും വെച്ചിട്ട്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 മോഡൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് നമുക്ക് ഒന്നുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് ആണ്. അപ്പം അവിടെ എത്രത്തോളം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു മോഡൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കി വെക്കാം. ദെൻ അടുത്തത് ബ്ലോക്ക് 2 യൂണിറ്റ് 3 കോൺസെപ്റ്റ് ആൻഡ് സോഴ്സ് ഓഫ് സ്ട്രെസ്. ഓക്കെ, ഇതും നമുക്ക് എല്ലാ പേപ്പേഴ്സിലും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിനെ കുറിച്ച് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് നോക്കി വെക്കാം. എങ്ങനെയാണ് റിയൽ വേൾഡ് ആപ്ലിക്കേഷനിൽ ഇത് നമുക്ക് യൂസ്ഫുൾ ആവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ലോങ് എസ്സേക്കും ഷോർട്ട് എസ്സേക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളത് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ദെൻ അടുത്ത സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ്. ബ്ലോക്ക് 3 യൂണിറ്റ് 6, 7 വരുന്ന ടോപ്പിക് ആണ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ്. ഇതും നമുക്ക് ഫ്രീക്വന്റ്ലി കണ്ടുവരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം,
ഈ ഒരു 3 ടോപ്പിക്കും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. നല്ല രീതിയിൽ അതിന് ആ ഒരു പ്രയോറിറ്റി കൊടുക്കുക. നമ്മൾ ആ ഒരു ടോപ്പിക്കിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, പഠിക്കാം. ദെൻ അടുത്ത കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. എക്സാം നോർമലി നമുക്ക് ഇഗ്നോയുടെ എക്സാംസ് എല്ലാം നോക്കുമ്പോൾ ഒരു പാറ്റേൺ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ വരുന്നതാണ് ഒന്ന് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ദെൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ദെൻ ഡെഫിനിഷൻ ഓർ ഡിസ്റ്റിങ്ഷൻ ഓർ ഡയഗ്രാം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ നാലാമത് വരുന്നത് ആപ്ലിക്കേഷൻ ബേസ്ഡ് ഓർ കേസ് സിനാരിയോ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ ഈ ഒരു 4 പാറ്റേണിലാണ് നമുക്ക് പൊതുവെ ഇഗ്നോന്റെ എക്സാംസ്, യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ വരുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ അതിനൊരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ലോങ് എസ്സേ ആണെങ്കിൽ ടിപ്പിക്കലി ഒരു മാർക്ക് റേഞ്ച് വരുന്നത് ഒരു 15 to 20 മാർക്കിന്റെ ഇടയിലായിരിക്കും ക്വസ്റ്റ്യൻ ഒരു മാർക്ക് വരുന്നുണ്ടാവുക. 20 മാർക്കിന്റെ ലോങ് എസ്സേ ആയിരിക്കും, അല്ലെങ്കിൽ 15 to 20 മാർക്ക് റേഞ്ച്. അവിടെ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വേർഡ് കൗണ്ട് നമ്മൾ എത്രത്തോളം എഴുതണം എന്ന് വെച്ചാൽ ഒരു 350 to 450 വേർഡ്സിൽ എന്ത് ചെയ്യണം, നമ്മൾ അതിന് ആൻസർ എഴുതണം. ആൻഡ് ഷോർട്ട് നോട്ട് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 7 to 10 മാർക്കിന്റെ ഇടയിലായിരിക്കും നമ്മളിപ്പോ ചോദ്യം ചോദിക്കുന്നുണ്ടാവുക. അതിന് നമ്മൾ എഴുതേണ്ടത് 150 to 220 വേർഡ്സിലാണ് ആൻസർ എഴുതേണ്ടത്. ഇപ്പൊ ഡെഫിനിഷൻ ഓർ ഡിസ്റ്റിങ്ഷൻ ഓർ ഡയഗ്രാം ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 5 to 7 മാർക്കിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതിൽ നമുക്ക് 80 to 120 വേർഡ്സിന്റെ ഉള്ളിൽ ആൻസർ എഴുതണം. അതിന്റെ കൂടെ നമുക്ക് ഡയഗ്രാംസോട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇതിന് അപ്ലിക്കേഷൻ ഓർ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 10 to 15 മാർക്കിന്റെ ഇടയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഇതിൽ നമുക്ക് 200 to 300 വേർഡ്സിന്റെ ഇടയിൽ എന്ത് ചെയ്യാം, ആൻസർ ചെയ്താവുന്നതാണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ദെൻ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, ലോങ് എസ്സേ 4 ഫോർമാറ്റ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അതിൽ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നല്ല ഡെപ്തോട് കൂടി തന്നെ ആൻസർ ചെയ്തിരിക്കണം. നല്ല ഡെപ്തോട് കൂടിയും ക്ലാരിറ്റിയോട് കൂടിയും ആ ഒരു ആൻസർ ചെയ്തിരിക്കണം. അതുപോലെ നമ്മൾ പറഞ്ഞ 15 to 20 മാർക്കിനായിരിക്കും ലോങ് എസ്സേസ് വരുന്നുണ്ടാവുക. അപ്പൊ ഒരു 350 to 450 വേർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള ആൻസർ എഴുതണം. അപ്പൊ നമുക്ക് അതിൽ എന്ത് ചെയ്യാം, കൂടുതൽ എക്സാമ്പിൾസും ഇവാലുവേഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ ഒരു എസ്സേ എഴുതാം അല്ലെ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ടോപ്പിക്കിനെ കവർ ചെയ്യുന്ന രീതിയിൽ മാക്സിമം പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ എസ്സേ എഴുതുന്നുണ്ടാവുക. മാക്സിമം എക്സാമ്പിൾസ് ഉൾപ്പെടുത്തിയിട്ട് എഴുതാം. ദെൻ ഷോർട്ട് നോട്ട് ഓർ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏകദേശം ഒരു 7 to 10 മാർക്കിന് ഇടയിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പം നമ്മളൊരു 150 to 220 വേർഡ്സിന്റെ ഉള്ളിൽ ആൻസർ ചെയ്യാം. മെയിൻ ആയിട്ട് നമ്മുടെ ടോപ്പിക് എന്താണോ, നമ്മുടെ പോയിന്റ് എന്താണോ, അത് നമ്മൾ എന്ത് ചെയ്യാം, നല്ലോണം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ഷോർട്ട് എസ്സേയിൽ നമ്മൾ കൊടുത്തിരിക്കണം. അതുപോലെ കോർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഡെഫിനേഷൻ നല്ല ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, പ്രിസൈസ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഷോർട്ട് എസ്സേയിൽ കൊടുത്തിരിക്കണം. ദെൻ വരുന്ന ഡെഫിനിഷൻ ഓർ ഡിസ്റ്റിങ്ഷൻ ഓർ ഡയഗ്രാം ക്വസ്റ്റ്യൻസ്. ഇവിടെ നമുക്ക് വരുന്നത് ഡിസ്റ്റിങ്ഷൻ ടേംസിന്റെ ഇടയിൽ ഡിസ്റ്റിങ്ഷൻ എന്താ, ഡെഫിനിഷൻ ഒക്കെ നല്ല ക്ലാരിറ്റിയിൽ എഴുതുക. പിന്നെ ഡയഗ്രാമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഡയഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യാം, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. ഏകദേശം ഒരു 5 to 7 മാർക്സിനായിരിക്കും വരുന്നുണ്ടാവുക. അപ്പം ഒരു 80 to 120 വേർഡ്സിൽ എഴുതാം. അതിന്റെ കൂടെ ഡയഗ്രാം ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനോട് ഡയഗ്രാംസ് എന്ത് ചെയ്യാം, നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ വരുന്നതാണ് അപ്ലിക്കേഷൻ ബേസ്ഡ് ഓർ കേസ് സിനാരിയോ ക്വസ്റ്റ്യൻസ്. ഇവിടെ നമുക്കൊരു സിറ്റുവേഷൻ പ്രസന്റ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ അതൊരു കേസ്, ഒരു പ്രോബ്ലം അവർ പറയുന്നുണ്ടാവും. അതിനെ അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവും. അപ്പം നമ്മൾ അത് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ബ്രീഫായിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, എഴുതാം. അതൊരു യൂഷ്വലി ഒരു 10 to 15 മാർക്സിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മളൊരു 200-300 വേർഡ്സിൽ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ദെൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ബ്ലോക്ക് വൈസിൽ. ലാസ്റ്റ് 5 സെഷൻസ് നമ്മൾ നോക്കിയിട്ട് നമ്മളൊരു ചാർട്ട് തയ്യാറാക്കിയതാണ്. ബ്ലോക്ക് 1 നമുക്ക് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽബീങ് ആണ്. അവിടെ നമുക്ക് വരുന്നത് ഡിസംബർ 2022 18 മാർക്കിനാണ് അവിടുന്ന് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ജൂൺ അതിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ ഷെയർ ഞാൻ പറയാം. അപ്പം ടോട്ടൽ 100 മാർക്സിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 100% നോക്കുമ്പോൾ
അതിന്റെ 70%, നമ്മൾ ആ ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 70% ചോദിക്കുന്നത് ബ്ലോക്ക് 1 എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതുപോലെ ബ്ലോക്ക് 2 ഇൻട്രൊഡക്ഷൻ ടു സ്ട്രെസ്, ബ്ലോക്ക് 2 എന്നാണ് 26% എന്ത് വരുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത്. ദെൻ ബ്ലോക്ക് 3 സ്ട്രെസ് മാനേജ്മെന്റ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 30% ഭാഗം എന്താണ് ഈ സ്ട്രെസ് മാനേജ്മെന്റ് ബ്ലോക്ക് എന്നാണ് വരുന്നുണ്ടാവുക. ദെൻ ബ്ലോക്ക് 4 പ്രൊമോഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. അപ്പം 27% എന്താണ് ഈ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ബ്ലോക്ക് 3 അല്ലെ, സ്ട്രെസ് മാനേജ്മെന്റ്. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 4, പിന്നെ ബ്ലോക്ക് 2, പിന്നെ ബ്ലോക്ക് 1 അല്ലെ. നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പിന്നെ അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ്, ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ്. അത് നമുക്ക് പിന്നെ എത്ര ഇയർലി പെർസെന്റേജ് വെയിറ്റേജ് ആണ് ഓരോ ലോങ് എസ്സേക്കും ഷോർട്ട് നോട്ടിനും നമ്മൾ 4 പാറ്റേൺ പറഞ്ഞല്ലോ, എക്സാം പാറ്റേൺ പറഞ്ഞല്ലോ, അതിന്റെ ഒരു ഡയഗ്രാം റെപ്രസെന്റേഷൻ ആണ് കേട്ടോ ഓരോ എക്സാമിനും വന്നിട്ടുള്ളത്. അപ്പം ലോങ് എസ്സേക്കൊക്കെ എന്തായിരുന്നു, അപ്പം ഇതിൽ കണ്ടാൽ മനസ്സിലാവും അല്ലെ. ലോങ് എസ്സേയിൽ എന്താണ് 2022 40% ഉണ്ടായിരുന്നു വെയിറ്റേജ്. അതിപ്പം 2024 ആയപ്പോൾ ഒരു 30% കുറഞ്ഞു. പക്ഷെ ഷോർട്ട് എസ്സേ എന്താണ് ഒരു 30% തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അതുപോലെ ഡെഫിനിഷൻ ഓർ ഡയഗ്രാം ബേസ്ഡ് ആണെങ്കിലും ഒരു 50% തന്നെ എന്ത് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. പക്ഷെ അപ്ലിക്കേഷൻ ഓർ കേസ് സിനാരിയോ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് 15%-ൽ നിന്നും 25%-ലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അത്തരം ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതന്നെയാണ് ഇവിടെയും പറയുന്നത്. പാറ്റേൺ അനാലിസിസ് കേസ് സിനാരിയോ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതെന്താണ് അപ്ലൈഡ് ആൻഡ് അനലിറ്റിക്കൽ അസസ്മെന്റ്. അപ്പം മാക്സിമം സ്റ്റുഡൻസിന് എത്രത്തോളം അപ്ലൈഡ് ആൻഡ് അനലിറ്റിക്കൽ അസസ്മെന്റ് ഉണ്ട് എന്നുള്ളത് അവർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരിപ്പം കുറച്ചുകൂടെ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ട് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു മെയിനായിട്ട് പറയുന്നത് നമ്മൾ മാക്സിമം ഷോർട്ടർ റെസ്പോൺസസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ചിട്ടുണ്ട്, അങ്ങനെയാണ് പറയുന്നത്. മറ്റത് രണ്ടും സെയിം ആണ്, ഷോർട്ട് എസ്സേയും ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും റിമൈൻ സ്റ്റേബിൾ ആണ്. ദെൻ പ്രിപ്പറേഷൻ ടിപ്പ്, എങ്ങനെ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കരുതേണ്ടതുള്ളത്. ഫസ്റ്റ് വന്നത് സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. നമുക്ക് ടൈം കറക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പം നമുക്ക് എത്ര വരുന്നത്, 3 മണിക്കൂറാണ് നമുക്ക് എക്സാം ടൈം വരുന്നത്. 100 മാർക്സ് ആണ് നമ്മളെ എക്സാം വരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു 100 മാർക്സിന് നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു 3 hourൽ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം ഒരു പ്ലാൻ വേണം. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇത്ര ടൈം കൊണ്ട് എഴുതി തീർക്കും, അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ ആദ്യം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ പറയണത് ഒരു ലോങ് എസ്സേസ് ഒക്കെ നമ്മളൊരു 60 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ ഷോർട്ട് എസ്സേസ് ഒക്കെ ഒരു 50 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം. ഡെഫിനിഷൻ ഓർ ഡയഗ്രാം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 20 മിനിറ്റ്സിൽ എന്ത് ചെയ്യാം, നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ദെൻ റിമൈനിങ് 50 മിനിറ്റ്സ്, ബാക്കിയുള്ള 50 മിനിറ്റ് അപ്ലിക്കേഷൻ കേസ് സിനാരിയോ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. ദെൻ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഹൈ മാർക്ക് ക്വസ്റ്റ്യൻസിനാണ് പ്രയോറിറ്റൈസ് കൊടുക്കേണ്ടത് കേട്ടോ. പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഫസ്റ്റ് ഹൈ മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ദെൻ അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി വെക്കണം. ആ ഒരു സമയത്ത് നമ്മൾ എഴുതിയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്യണം. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് മാറ്റി വെക്കണം. ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് എക്സാമിന്റെ സമയത്ത് ഉണ്ടായിരിക്കണം കേട്ടോ. ദെൻ അടുത്തതാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊത്തം നമ്മുടെ ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിന് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള റെക്കറിംഗ് ക്വസ്റ്റ്യൻസിനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള 10 ടോപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഓരോന്നിനിടയിൽ അതിന്റെ അപ്പിയറൻസ് കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എത്ര വട്ടാണോ അപ്പിയർ ചെയ്തത്, ഓരോ എക്സാമിന് അപ്പിയർ ചെയ്തതിന്റെ കൗണ്ട് ആണ്. First question, explain or critically analyze any 3 models of health and illness. ഇത് വന്നിട്ടുള്ളത് 8 അപ്പിയർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, രണ്ടാമത്തത് ഡിഫൈൻ ഹെൽത്ത് ആൻഡ് ഡിസ്ക്രൈബ് ദ ഹെൽത്ത് ഇൽനസ് കോണ്ടിനം വിത്ത് ആൻ എക്സാമ്പിൾ ഓർ ഡയഗ്രാം. ദെൻ മൂന്നാമത്തത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് സോഴ്സ് ഓഫ് സ്ട്രെസ്. ഇത് 7 വട്ടാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ദെൻ നാലാമത്തത് ഡിസ്ക്രൈബ് റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ ആൻഡ് ഓർ മൈൻഡ്ഫുൾനെസ് ആസ് സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രാറ്റജി. ഇത് 8 വട്ടാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ പെർഫോമൻസ്, പ്രൊഡക്ടിവിറ്റി ആൻഡ് റിലേഷൻഷിപ്സ്. ഇത് 6 വട്ടാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അടുത്തത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ കോപ്പിംഗ് സ്റ്റൈൽസ് ആൻഡ് ഓർ സ്ട്രെസ് പ്രോൺനെസ് ഫാക്ടേഴ്സ്, എക്സാമ്പിൾ ടൈപ്പ് എ പേഴ്സണാലിറ്റി, പെർഫെക്ഷണലിസം. ഇത് 6 വട്ടാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ
Describe psychosomatic illness or substance use including diagnosis or treatment. ഇത് 7 വട്ടാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. എട്ടാമത്തത് ഡിസ്കസ് ഇൽനസ് റിലേറ്റഡ് ടു ഫുഡ് ഡയറ്റ് ആൻഡ് ഒബേസിറ്റി. ഇത് 7 വട്ടാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ടൈം മാനേജ്മെന്റ് ഓർ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. ഇത് 5 വട്ടാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. 10ാമത്തത് എക്സ്പ്ലെയിൻ ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം ആസ് കീ ഫാക്ടേഴ്സ് ഇൻ വെൽബീയിങ് വിത്ത് റെഫറൻസ് ടു ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ്. ഇത് 6 വട്ടാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഒന്ന് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. ദെൻ ഫ്രീക്വൻസി ടാബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ യൂണിറ്റിൽ നിന്നും എത്ര വട്ടാണ് ആ ഒരു ടോപ്പിക് അപ്പിയർ ചെയ്ത് വന്നിട്ടുള്ളത്, ആവറേജ് മാർക്സ് എത്രയാണ് അതിന് വന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റത്തെ വണ്ണാണ് മോഡൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനസ്. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ടോപ്പിക് ആണ്. അത് 8 വട്ടാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ആവറേജ് മാർക്ക് വരുന്നത് 15 ആണ്. അടുത്തത് ഹെൽത്ത് ഇൽനസ് കോണ്ടിനം ബ്ലോക്ക് 1 യൂണിറ്റ് 1 ടോപ്പിക് ആണ്. 7 വട്ടാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ആവറേജ് മാർക്ക് വരുന്നത് 10 ആണ്. ദെൻ കോൺസെപ്റ്റ് ആൻഡ് സോഴ്സ് ഓഫ് സ്ട്രെസ് ബ്ലോക്ക് 2 യൂണിറ്റ് 3 വരുന്നതാണ്. 7 വട്ടാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ആവറേജ് മാർക്ക് 10 ആണ്. ദെൻ അടുത്ത ടോപ്പിക് ആണ് റിലാക്സേഷൻ മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് ടെക്നിക്സ് ആൻഡ് അത് ബ്ലോക്ക് 3 യൂണിറ്റ് 7 വരുന്നതാണ്. അത് അപ്പിയർ ചെയ്തിട്ടുള്ളത് 8 പ്രാവശ്യമാണ്. ദെൻ ആവറേജ് മാർക്സ് വരുന്നത് 10 ആണ്. അടുത്തതാണ് എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ പെർഫോമൻസ് പ്രൊഡക്ടിവിറ്റി റിലേഷൻഷിപ്സ് ബ്ലോക്ക് 2 യൂണിറ്റ് 5 വരുന്നതാണ്. 6th അപ്പിയറൻസ് ആണ് വരുന്നത്. ആൻഡ് മാർക്ക് വരുന്നത് 10 ആണ്. ദെൻ കോപ്പിംഗ് സ്റ്റൈൽസ് ആൻഡ് സ്ട്രെസ് പ്രോൺനെസ് ഫാക്ടേഴ്സ്. ഈ ഒരു ടോപ്പിക് ബ്ലോക്ക് 3 യൂണിറ്റ് 6 ബ്ലോക്ക് 2 4 വരുന്നതാണ്. ദെൻ ഇതില് അപ്പിയറൻസ് വരുന്നത് 6 ആണ്. 7 ആണ് ആവറേജ് മാർക്സ് വരുന്നത്. അടുത്ത ടോപ്പിക് ആണ് സൈക്കോസൊമാറ്റിക് ഇൽനസ് ഓർ സബ്സ്റ്റൻസ് യൂസ്. ഇത് ബ്ലോക്ക് 4 യൂണിറ്റ് 11 വരുന്നതാണ്. അതിന് 7 ആണ് അപ്പിയറൻസ് വരുന്നത്. ആവറേജ് മാർക്ക് 10 ആണ്. ഫുഡ് ഡയറ്റ് ആൻഡ് ഒബേസിറ്റി ഇൽനസ്. ഇത് ബ്ലോക്ക് 4 യൂണിറ്റ് 9 വരുന്നതാണ്. 7 ആണ് അപ്പിയറൻസ് വരുന്നത്. 10 ആണ് ആവറേജ് മാർക്ക് വരുന്നത്. നെക്സ്റ്റ് ആണ് ടൈം മാനേജ്മെന്റ് ഓർ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8 വരുന്നത്. 5 ആണ് അപ്പിയറൻസ് വരുന്നത്. ആൻഡ് ആവറേജ് മാർക്ക് വരുന്നത് 7 ആണ്. ഹോപ്പ് ഒപ്റ്റിമിസം ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ് ഇതാണ് ടോപ്പിക് വരുന്നത്. ഇത് ബ്ലോക്ക് 4 യൂണിറ്റ് 12 വരുന്നതാണ്. 6 ആണ് അപ്പിയറൻസ് വരുന്നത്. ആവറേജ് മാർക്ക് വരുന്നത് 7 ആണ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. ഇതിനടുത്ത് സ്ട്രാറ്റജിക് അഡ്വൈസ്. നമുക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ 10 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇതൊക്കെ എന്ത് ചെയ്യുക, നമ്മള് ഒരു അറ്റ്ലീസ്റ്റ് 2 വട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ ഇത്രയും 2022 മുതൽ 2024 വരെയുള്ള പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും ടോപ്പിക്കുകളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അതെന്ത് ചെയ്യുക, നമ്മള് 2 പ്രാവശ്യം എങ്കിലും എന്ത് ചെയ്യുക, നമ്മൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ആദ്യം 5 മിനിറ്റ് നമ്മൾ അതിന്റെ കീ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുക. പിന്നെ ഒരു 12 to 15 മിനിറ്റ്സിൽ നമ്മൾ അത് എന്ത് ചെയ്യുക, ലോങ് എസ്സേ ആണെങ്കിൽ 12 to 15 മിനിറ്റ്സിൽ നമ്മൾ എഴുതി നോക്കുക. നമുക്ക് ഒരു പ്രാക്ടീസ് ആവും അല്ലെ. നമുക്ക് എക്സാമിന് മുന്നേ നമുക്ക് ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതൊരു പ്രാക്ടീസ് ആവും. അതുപോലെ ആൻസേഴ്സും അതുപോലെ ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യുക. ഡയഗ്രാംസ് യൂസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ദെൻ ഇതൊരു പൈ ചാർട്ട് ആണ്. നമ്മൾ ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു പൈ ചാർട്ട് ആണ് കേട്ടോ. മറ്റുള്ള ക്വസ്റ്റ്യൻസും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിനും അതിലും 67% നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് വന്നിട്ടുള്ളത്. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. ഇവിടെ നമ്മൾ ഒരു പ്രോബബിലിറ്റി മാട്രിക്സ് ടാബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ബ്ലോക്കിലെയും ഏതൊക്കെ യൂണിറ്റിന് ഏതൊക്കെ ടോപ്പിക് ആണ് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്, അതിന്റെ കാറ്റഗറി എന്താണ്, റാഷണൽ ഫുട് നോട്ട് എന്താണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
അപ്പം ബ്ലോക്ക് 1 യൂണിറ്റ് 2 മോഡൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് അതിന്റെ പ്രോബബിലിറ്റി വരുന്നത് 100% ആണ്, ഹൈ ആണ് കാറ്റഗറി വരുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്ത് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ അത്രയും അതിനൊരു ടൈമും കാര്യങ്ങളും കൊടുത്ത് മാക്സിമം അതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഹെൽത്ത് ഇൽനെസ് കോണ്ടിനം അതിന് 67% ആണ് പ്രോബബിലിറ്റി വരുന്നത് വരാനുള്ള ചാൻസ്. അതിന്റെ കാറ്റഗറി മീഡിയം ആണ്. ദെൻ റാഷണലെ ഫുട് നോട്ട് വരുന്നത് 2 ആണ്. 2 എന്ന് പറയുന്നത് 3 റീസെന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് എടുക്കുമ്പോൾ അതിൽ 2 അപ്പിയർ ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ഡയഗ്രാംസും അതിന്റെ കൂടെ വന്നിട്ടുണ്ട്. ദെൻ അടുത്തത് ബ്ലോക്ക് 2 മൂന്നാമത്തെ യൂണിറ്റ് ആണ് കോൺസെപ്റ്റ് ഓർ സോഴ്സ് ഓഫ് സ്ട്രെസ്. അതിന്റെ പ്രോബബിലിറ്റി എന്താണ് 100% ആണ്, ഹൈ കാറ്റഗറി ആണ്. റാഷണലെ ഫുട് നോട്ട് 3 ആണ്. 3 പറയുന്നത് ആസ്ക്ഡ് ഇൻ എവറി സെഷൻ ബോത്ത് ആൻഡ് സ്റ്റാൻഡലോൺ ആൻഡ് നെഗറ്റീവ് സ്ട്രെസ് തിയറി ആയിട്ടും ഒറ്റക്കായിട്ടൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാറുണ്ട് കാണപ്പെടാറുണ്ട്. ദെൻ മൂന്നാമത്തെ ബ്ലോക്കില് 7ാമത്തെ യൂണിറ്റ് റിലാക്സേഷൻ മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ്ഫുൾനെസ്. ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. എല്ലാ ക്വസ്റ്റ്യൻസിലും കണ്ടുവരുന്നതാണ്. 100% ആണ് പ്രോബബിലിറ്റി വരുന്നത്. അതിന്റെ കാറ്റഗറിയും ഹൈ ആണ്. നാഷണലെ പിന്നെ എല്ലാ ടി എക്സാമിനും എല്ലാ ടേമിന്റെ എക്സാമിനും ഇൻക്ലൂഡഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു എന്താണ് ഡയറക്റ്റ് ആയിട്ടും അപ്ലൈഡ് ലെവലിലും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക് ആണ് റിലാക്സേഷൻ മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അടുത്തത് ബ്ലോക്ക് 2 5ാമത്തെ യൂണിറ്റിലെ എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ പെർഫോമൻസ് എക്സെട്ര. അതിന് മീഡിയ ആണ് കാറ്റഗറി വരുന്നത് 67% ആണ്. ആൻഡ് അടുത്തത് വരുന്നത് 4ാമത്തെ ബ്ലോക്കിലെ 11ാമത്തെ യൂണിറ്റ് ആൻഡ് സൈക്കോസൊമാറ്റിക് ഇൽനെസ് ഫോർ സബ്സ്റ്റൻസ് യൂസ്. അത് 67% ആണ് പ്രോബബിലിറ്റി വരുന്നത്, കാറ്റഗറി മീഡിയം ആണ്. ആൻഡ് അതേപോലെ തന്നെയാണ് ബ്ലോക്ക് 4 9ാമത്തെ യൂണിറ്റ് ഫുഡ് ഡയറ്റ് ആൻഡ് ഒബേസിറ്റി. അതും 67 മീഡിയം ആണ് കാറ്റഗറി വരുന്നത്. അടുത്തത് ബ്ലോക്ക് 3 ടൈം മാനേജ്മെന്റ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് 33% ആണ്, ലോ ആണ് വരുന്നത്. അപ്പം ഇതൊക്കെ എന്താന്നുള്ളത് ഇതിന്റെയൊക്കെ ഒരു റെലവൻസ് ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ള പ്രോബബിലിറ്റി വരാൻ ചാൻസുകൾ എന്തൊക്കെയാണെന്ന്. ഇതിനടുത്ത പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ്. ഇവിടെയും ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ടോപ്പിക് ഏതാന്നുള്ളതാണ്. ഹൈ പ്രയോറിറ്റി, മീഡിയം പ്രയോറിറ്റി, ലോ പ്രയോറിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാന്നുള്ള പറഞ്ഞത്. ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ടോപ്പിക് ആണ് മോഡൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് കോൺസെപ്റ്റ്. അത് നേരത്തെ നമ്മൾ ടാബിളിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് കേട്ടോ ഇവിടെയും പറയുന്നത്. മോഡൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ്, അതുപോലെ കോൺസെപ്റ്റ് ഓർ സോഴ്സ് ഓഫ് സ്ട്രെസ്, റിലാക്സേഷൻ ഓർ മെഡിറ്റേഷൻ ഓർ മൈൻഡ്ഫുൾനെസ്. ഇതൊക്കെ 100% നമ്മൾ പ്രോബബിലിറ്റി പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളാണ് അല്ലെ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം എന്ത് ചെയ്യാം, ആക്റ്റീവായിട്ട് ഈ ഒരു ഏരിയാസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ അതിന്റെ ഡയഗ്രാംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യുക. ദെൻ മീഡിയം പ്രയോറിറ്റി വരുന്ന ടോപ്പിക്കുകളാണ് ഹെൽത്ത് ഇൽനെസ് കോണ്ടിനം, എഫക്ട് ഓഫ് സ്ട്രെസ്, കോപ്പിംഗ് സ്റ്റൈൽ, സൈക്കോസൊമാറ്റിക് ഇൽനെസ് ഓർ സബ്സ്റ്റൻസ് യൂസ്, ഫുഡ് ഓർ ഡയറ്റ് ഓർ ഒബേസിറ്റി ഓർ ഹോപ്പ് ഓർ ഒപ്റ്റിമിസം ഓർ ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ്. ദെൻ ലോ പ്രയോറിറ്റി വരുന്നതാണ് ടോപ്പിക്കാണ് ടൈം മാനേജ്മെന്റും കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങും. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ എപ്പോഴും വെയിറ്റേജ് കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത് എപ്പോഴും എന്താണ്, ഹൈ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സിനാണ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ട് ടൈമുള്ള ബാക്കിയുള്ള സമയത്ത് എന്ത് ചെയ്യാം, ഇതിന്റെ നോട്ട്സ് ഒക്കെ നമ്മൾ വായിക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ. ദെൻ വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ്. അപ്പം ഇത് നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഓരോ ടോപ്പിക്കിന്റെയും എത്ര പെർസെന്റേജ് ആണ് പ്രോബബിലിറ്റി വരുന്നത് എന്നുള്ളതിന്റെ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതാണ് നമ്മുടെ പ്രഡിക്റ്റീവ് BPCG 173 നമ്മൾ ലേണേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിന്റെ ആൻസറും മാർക്കിംഗ് സ്കീമും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ഒരു വട്ടം എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആൻസർ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. നിങ്ങൾ മാർക്കിംഗ് സ്കീം വെച്ചിട്ട് നിങ്ങളൊന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇവിടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 3 മണിക്കൂറാണ് ടൈം വരുന്നത്. 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ദെൻ ഫസ്റ്റ് സെക്ഷൻ എയില് 20 മാർക്സിനാണ് വരുന്നത്. ക്വസ്റ്റ്യൻ 1 20 മാർക്സിന്റെ എസ്സേ ആണ്. ഇവിടെ ഒരു ഇത് വന്നിട്ടുള്ളത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ബ്ലോക്ക് 1 ടോപ്പിക് എന്നാണ് വന്നിട്ടുള്ളത്. ബയോ സൈക്കോസോഷ്യൽ മോഡൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് എന്നാണ് വന്നിട്ടുള്ളത്. ഇതൊരു കേസ് സിനാരിയോ ക്വസ്റ്റ്യൻ പോലെയാണ് വരുന്നത് അല്ലെ. 35-year-old IT professional recently promoted and reports frequent headaches, difficulty sleeping and irritability. അപ്പം ഒരു 35 year ആയിട്ടുള്ള ഒരു IT പ്രൊഫഷണൽ ആണ്. ആൾക്ക് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഹെഡേക്കും സ്ലീപ്പിംഗ് ഡിഫിക്കൽട്ടീസും ഇറിറ്റബിലിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്.
അപ്പം using the biopsychosocial model, analyze how his work environment and psychological factors and social relationship may contribute to his health and challenges. അപ്പോൾ ബയോസൈക്കോസോഷ്യൽ മോഡൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആളുടെ വർക്ക് എൻവയോൺമെന്റ് അനലൈസ് ചെയ്തുകൊണ്ട് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും അയാളുടെ വർക്ക് എൻവയോൺമെന്റും സോഷ്യൽ റിലേഷൻഷിപ്പ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് അതെങ്ങനെ ആളുടെ ഹെൽത്ത് ചലഞ്ചസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മളോട് എന്ത് ചെയ്യാനാ പറഞ്ഞത്, ഡിസ്ക്രൈബ് ചെയ്യാനാ പറഞ്ഞത്. അതുപോലെ തന്നെ പ്രപ്പോസ് 2 ഇന്റർവെൻഷൻ ഫോർ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ആളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി 2 ഇന്റർവെൻഷൻ കൂടി പ്രപ്പോസ് ചെയ്യാം. അതാണ് 20 മാർക്സിന്റെ എസ്സേ വരുന്നത്. ദെൻ അടുത്തതാണ് ക്വസ്റ്റ്യൻ 2. വിത്ത് റെഫറൻസ് ടു ദ ലേറ്റസ്റ്റ് നാഷണൽ ഡാറ്റ, compare and contrast the relevance of obesity and malnutrition in urban and versus rural India. അപ്പം അർബൻ ആൻഡ് വേഴ്സസ് റൂറലിൽ ഒരു കമ്പാരിസൺ പോലെയാണിത് അല്ലെ. അപ്പോൾ അതിൽ എങ്ങനെയാണ് അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും, ഇന്ത്യയിലെ അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും മാൽന്യൂട്രീഷനും ഒബേസിറ്റിന്റെയും പ്രവലൻസ് എന്ത് ചെയ്യാണ്, കോൺട്രാസ്റ്റ് ചെയ്യാൻ, കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നാഷണൽ ഡാറ്റ ഉപയോഗിച്ചിട്ട്. ആൻഡ് അതിനെ കുറിച്ച് ചെയ്താണ് ദെൻ ഡിസ്കസ് 2 സൈക്കോളജിക്കൽ കോൺസിക്വൻസ് ഓഫ് ഈച്ച് സജസ്റ്റ് എവിഡൻസ് ബേസ്ഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജി. അതിന്റെ 2 സൈക്കോളജിക്കൽ കോൺസിക്വൻസും അതുപോലെ തന്നെ പ്രിവെൻഷൻ സ്ട്രാറ്റജി എന്ത് ചെയ്യുക, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിവെൻഷൻ സ്ട്രാറ്റജിയും സജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇത് വന്നിട്ടുള്ളത് ബ്ലോക്ക് 4 യൂണിറ്റ് 9 ആണ്, ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ്, ഡയറ്റ് ആൻഡ് ഒബേസിറ്റി. അടുത്തതാണ് 20 മാർക്സിന്റെ ക്വസ്റ്റ്യന്. ഇവിടെ explain the concept of stress and using the following stress diary extract, identify the sources and symptoms. താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു സ്ട്രെസ് ഡയറി എക്സ്ട്രാക്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെസ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ അതിന്റെ സോഴ്സും സിംറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ 20 മാർക്സിന് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ റോൾ ഓഫ് മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് ആൻഡ് യോഗ ഇൻ മാനേജിംഗ് വർക്ക് പ്ലേസ് സ്ട്രെസ്. വർക്ക് പ്ലേസ് സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗ, മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷന്റെ റോൾ എന്താണെന്നുള്ള ഇവാലുവേറ്റ് ചെയ്യണം. Then support your answer with reference to current empirical research findings and explain how these interventions might differ in psychological mechanism. Interventions എങ്ങനെയാണ് സൈക്കോളജിക്കൽ മെക്കാനിസത്തിൽ ഡിഫറെന്റ് ആവുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറയുന്നത്. ഇത് ബ്ലോക്ക് 3 യൂണിറ്റ് 7 നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്ക്. അടുത്തത് സെക്ഷൻ ബി. സെക്ഷൻ എയിലാണ് ഇപ്പൊ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. അടുത്തത് സെക്ഷൻ ബിയിൽ 20 മാർക്സിന് വരുന്നതാണ് ഡിസ്കസ് ദ സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഓഫ് chronic illness or on an individual self concept and self social relationship. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഒരാളുടെ ക്രോണിക് ഇൽനെസ് എന്ന് പറയുമ്പോൾ എന്താ, ഡയബറ്റീസോ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള എന്തെങ്കിലും ഒരു ക്രോണിക് ഇൽനെസ് ഒരു ഇൻഡിവിജ്വലിന്റെ സെൽഫ് കോൺസെപ്റ്റിനെയും സോഷ്യൽ റിലേഷൻഷിപ്പിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് ഡിസൈൻ എ സപ്പോർട്ട് ഗ്രൂപ്പ് പ്രോഗ്രാം ഔട്ട്ലൈൻ ടു അഡ്രസ് ദീസ് ചലഞ്ചസ്. ഈ ഒരു ചലഞ്ചസ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഔട്ട്ലൈന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാനാണ് പറയുന്നത്. ഇൻക്ലൂഡിങ് അറ്റ്ലീസ്റ്റ് 3 സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബ്ലോക്ക് 4 നിന്ന് യൂണിറ്റ് 10 നിന്ന് ക്രോണിക് ഇൽനസ്. ദെൻ അടുത്തത് 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ റിവ്യൂ ദ കോൺസെപ്റ്റ് ഓഫ് ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിക്കവറി ഫ്രം ദ ഫിസിക്കൽ ഇൽനസ്. A 14-year-old patient recovering from surgery showing varying motivation level. Construct a motivational interview dialogue, minimum 20 lines with the patient's or counselor role that demonstrate practical techniques for foster optimism. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വന്നിട്ടുള്ളത് ബ്ലോക്ക് 4 യൂണിറ്റ് 12 എന്നാണ്. ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം ടോപ്പിക് എന്നാണ് എടുത്തിട്ടുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 7th ക്വസ്റ്റ്യൻ, 20 മാർക്സ് തന്നെയാണ്. റീഡ് ദ ഫോളോയിങ് കേസ് സിനാരിയോ. അടി കൊടുത്തിട്ടുള്ള കേസ് സിനാരിയോ വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. A university student facing an exam anxiety reports insomnia, negative self-talk and avoidance of social activities.
Identify the copying style involved and recommend cognitive restructuring and time management strategies to improve performance, providing concrete daily schedules and self-talk examples. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതൊരു കേസ് സിനാരിയോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 6 and 8 എന്നാണ്. കോപ്പിംഗ് ഏത് ടോപ്പിക് ആണ്? കോപ്പിംഗ് സ്റ്റൈൽസ് ആൻഡ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ആൻഡ് ടൈം മാനേജ്മെന്റ്. ദെൻ 8 എട്ടാമത്തെ ക്വസ്റ്റ്യൻ 20 മാർക്സിന് തന്നെയാണ്. ഇത് വന്നിരിക്കുന്നത് സബ്സ്റ്റൻസ് യൂസ് among adolescents is growing concern. Using the table below, analyze the trends in substance use across the 3 years for both genders. Propose 2 school-based interventions and display 1 method for evaluating their effectiveness. ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഒരു അഡോളസൻസിന്റെ ഇടയിലുള്ള എന്താണ് സബ്സ്റ്റൻസ് യൂസിന്റെ ഒരു ടാബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ലാസ്റ്റ് 3 ഇയേഴ്സിൽ നോക്കുമ്പോൾ എന്താണ് എത്രത്തോളം ആണ് അതിലുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും അതിൽ സ്കൂൾ ബേസ്ഡ് ആയിട്ട് നമുക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റിയ 2 ഇന്റർവെൻഷൻസും അതിൽ ഒരു മെത്തേഡ് ഡിസ്ക്രൈബ് ചെയ്യാനാണ്, അതിന്റെ എഫക്റ്റീവ്നെസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വന്നിരിക്കുന്നത് ബ്ലോക്ക് 4 യൂണിറ്റ് 11 സബ്സ്റ്റൻസ് യൂസിന്റെ ടോപ്പിക് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ എല്ലാം നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. മാർക്കിംഗ് സ്കീമും നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു വട്ടം എന്ത് ചെയ്യുക, ഇതൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ സ്മാർട്ട് വർക്കോട് കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഈ ഒരു സെഷൻ വഴി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം മാക്സിമം ഏതൊക്കെയാണ് ആ ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കിയിട്ട് അതിന്റെ ഈ പോയിന്റ്സുകളെല്ലാം പഠിച്ചിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, എക്സാം അപ്പിയർ ചെയ്യുക. ആൻഡ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.